നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരി തന്ത്രി. പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് ചുവടുവെക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളും അതോടൊപ്പം കഴിഞ്ഞ വെക്കേഷൻ അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാലം. നമ്മുടെ ഈ കാലത്തിൻ്റെ പോക്ക് വളരെ ദോഷകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മളെ അറിയാതെ മുൻപോട്ട് പോകുന്നു. അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് നമ്മളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള കൂട്ടുകളിൽപ്പെട്ട് പല ദുരിതക്കയത്തിലേക്ക് ആണ്ടുപോകുന്നു. അത് ലഹരിയാകാം, ഇല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളാവാം. ഇതൊക്കെയും വന്നു ചേരുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രവൃത്തി ദോഷം കൊണ്ടാണ്. ഞങ്ങളൊക്കെയും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അധ്യാപകരെ ബഹുമാനിക്കാനും അതോടൊപ്പം അവരെ സ്നേഹിക്കാനും പഠിച്ചിരുന്നു. ഇന്ന് ആ കാലഘട്ടം മാറി മറഞ്ഞ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. നമ്മൾ അല്പം ചിന്തിക്കുക. രക്ഷകർത്താക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ബന്ധുവും സ്നേഹിതനും നിങ്ങൾ ദൈവത്തിന് തുല്യം കാണേണ്ടവരും ആണ് അധ്യാപകർ. അവർ നിങ്ങളെ ശിക്ഷിക്കുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ കാണാറുണ്ട്, അധ്യാപകർ അത് പറഞ്ഞു, അധ്യാപകർ ഇത് പറഞ്ഞു, അവരെ അടിച്ചു, അവർ പള്ളു പറഞ്ഞു ഒക്കെ പറഞ്ഞിട്ട് നിയമപരമായ ഓരോ അവസ്ഥകളിലേക്ക് നമ്മൾ കാലത്തെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ ഓരോ വളർച്ചയും നമ്മുടെ അധ്യാപകരിൽ നിന്നാണ്. അവർ പഠിപ്പിക്കുന്ന പാഠങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ ഉന്നതിയിലേക്ക് തന്നെ എത്തും. ഒരാളും തോൽക്കാനായി ഒരു സ്കൂളിൽ പോകുന്നില്ല, ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളെല്ലാവരും സ്കൂളിൽ പോകുന്നത്. നമ്മൾ എന്തുകൊണ്ട് തോന്നുന്നു? നമ്മളുടെ പ്രവൃത്തിയിൽ വരുന്ന വ്യതിയാനം, പഠനത്തിൽ വരുന്ന ചില ദുരിതങ്ങൾ, ഇതൊക്കെയും നമ്മൾ പരിഹരിക്കാൻ രക്ഷകർത്താക്കൾ ശ്രമിക്കുക. പിണങ്ങാൻ കാത്തിരിക്കുന്ന ഒരു നിമിഷം മതി നമ്മൾക്ക് ഇണക്കങ്ങൾ കൊണ്ടുവരാൻ. അതാണ് ക്ലാസ് മുറി. പരസ്പരം വിദ്വേഷം, കലഹം, മാനസികമായ സ്പർദ്ധകൾ ഒന്നും ഉണ്ടാവാതെ നല്ല ഒരു വിദ്യാർത്ഥിയായി മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അധ്യാപകർ നന്നായി ശിക്ഷിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കയ്യിൽ കുരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. ഇന്നും എവിടെയെങ്കിലും വെച്ച് ആ അധ്യാപകരെ കാണുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന സന്തോഷം, അവർ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തി അവരുടെ കുഞ്ഞിനെ പോലെ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരവസ്ഥ, ഇത് മതി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ചിന്തിക്കുക, നമ്മൾ ഓരോ വിദ്യാർത്ഥികളും സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ മയക്കുമരുന്നിനും മറ്റ് ദുരിത കയങ്ങളിലേക്കും ചെന്നുപെടാതെ നമ്മൾ നമ്മളെ സംരക്ഷിക്കുക, നമ്മൾ നമ്മളെ അറിയുക. അതോടൊപ്പം വീട്ടിലേക്ക് എത്തുന്ന മക്കളുടെ ബാഗുകൾ, അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം തന്നെ രക്ഷകർത്താക്കൾ ദിവസവും നോക്കുന്നത് നന്നായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരുടെ സ്കൂളിലെത്തി അവരുടെ വിവരങ്ങൾ തിരക്കുന്നതും നല്ലതായിരിക്കും. ചിന്തിക്കുക, നാളേക്ക് വേണ്ടുന്ന നന്മയുള്ള ഒരു തലമുറയുടെ തുടക്കമാണ് പുതു സ്കൂൾ വർഷം എന്ന് പറയുന്നത്. ആ നന്മ മരങ്ങളായി നിങ്ങൾ ഓരോരുത്തരും മാറണം എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ എപ്പോഴും നന്മയുള്ള മനുഷ്യരായി സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായും അതോടൊപ്പം നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ പരിലാളിക്കുന്ന, ശിക്ഷകൾ തരുന്ന, നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് തെറ്റിൽ നിന്നും തിരുത്തുന്ന അധ്യാപകരുടെ മുൻപിലേക്കാണ് നമ്മൾ എത്തുന്നത് എന്ന് നമ്മൾ പൂർണ്ണമായി അറിഞ്ഞിരിക്കുക. അധ്യാപകർ എപ്പോഴും നമ്മുടെ പരമമായ ഒരു സത്യമാണ്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് നമ്മൾ ഓരോ വ്യക്തികളുടെയും അധ്യാപകർ. നമ്മൾ അറിയുന്നില്ല അത്. അവർ എത്രത്തോളം സ്നേഹത്തോടെയും ലാളനയോടെയും ഓരോ പാഠപുസ്തകങ്ങളുടെ ഓരോ വരികൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു കൂരമ്പ് പോലെ പറഞ്ഞ് തറപ്പിക്കുമ്പോൾ ഉത്തരക്കടലാസിൽ നമ്മൾ അവരുടെ മുഖം കണ്ടറിയും. അതാണ് ശരിക്കും ഒരു വിദ്യാഭ്യാസ കാലഘട്ടം. നമ്മൾ ചിന്തിക്കുക, നമ്മളായി വളരാൻ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും
മറ്റ് ദുഷ്ട ശക്തികളുടെയും പിടിയിൽ നമ്മൾ ചെന്ന് പെടാതെ നമ്മൾ ഓരോ കുഞ്ഞുങ്ങളും അറിഞ്ഞ് ജീവിക്കാൻ പഠിക്കുക. നമ്മളെ കാത്തിരിക്കുന്ന വിപത്തുകൾ നമ്മളുടെ വഴിയിൽ ഏറെയുണ്ട്. ആ വിപത്തുകളൊക്കെ തട്ടിമാറ്റി നിങ്ങൾ പഠനത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ, ഒരു നാടിൻ്റെ നന്മ മരങ്ങളായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും മാറുന്നത്. നിങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു ഡോക്ടറായി വരുമ്പോൾ, ഒരു എൻജിനീയറായി വരുമ്പോൾ, ഒരു പോലീസ് ഓഫീസറായി വരുമ്പോൾ ആ നാടിന് തന്നെ ഒരു അഭിമാനമാണ്. ചിന്തിക്കുക, നമ്മൾ ഓരോ തലത്തിലും അറിയപ്പെടേണ്ട ഓരോ വ്യക്തികളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഈ അധ്യയന വർഷത്തിൽ പുതു അക്ഷരം കുറിക്കുന്ന, പുതു പാഠപുസ്തകങ്ങൾ കയ്യിലെടുക്കുന്ന, മുൻപ് പാഠപുസ്തകങ്ങൾ കയ്യിലെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും ഉണ്ടായിരിക്കും. നന്ദി, നമസ്കാരം.